നമ്മുടെ കയ്യിലുള്ള വാല്യുബിൾ തിങ്സ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ കാണുന്ന ഡെപ്പോസിറ്റ് കൗണ്ടറിൽ വയ്ക്കാവുന്നതാണ്. ഇവിടെ ഒരുപാട് കാളവണ്ടികളുണ്ട്. നമ്മൾ കണ്ട് ശീലിച്ചതുപോലെയുള്ള തടീൻ്റെ കാളവണ്ടിയല്ല, ധ്യാനലിംഗ, അതിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. ഒരു ഭീമാകാരമായൊരു ഗേറ്റാണ്. മൊബൈല്, ബാഗൊന്നും ഈ ഗേറ്റിനകത്തേക്ക് അലൗഡ് അല്ല. അതൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ ഡെപ്പോസിറ്റ് കൗണ്ടറിൽ കൊടുക്കണം. ഞാനൊരു ദർശനം കഴിഞ്ഞിട്ട് വരാം. ദർശനം കഴിഞ്ഞിറങ്ങി ഡെപ്പോസിറ്റ് കൗണ്ടറിൽ നിന്ന് എൻ്റെ ബാഗും മൊബൈൽ ഫോണും ഒക്കെ ഞാൻ തിരിച്ചെടുത്തു. ഫീ ഒന്നുമില്ല കേട്ടോ ഡെപ്പോസിറ്റ് കൗണ്ടറിൽ. ഇത് ബുള്ളക്ക് സഫാരിക്ക് വേണ്ടിയിട്ടുള്ളൊരു കൗണ്ടറാണ്. പെർ ഹെഡ് 10 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ആദിയോഗിയുടെ 112 അടി ഉയരത്തിലുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രതിമയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ആദിയോഗിയുടെ പിറകിൽ കാണുന്ന മലനിരകളാണ് വെല്ലനഗിരി മലനിരകൾ. ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറാണെന്ന് വേണമെങ്കിൽ പറയാം. ആ മലനിരകൾ കഴിഞ്ഞാൽ അട്ടപ്പാടി റിസർവ് ഫോറസ്റ്റ് ആണുള്ളത്. നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത് അട്ടപ്പാടി ഫോറസ്റ്റ് റിസർവിലാണ്. ഈ മലനിരകൾ കാരണമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്നിടത്ത് കുറച്ച് തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. മഹാശിവരാത്രി പ്രമാണിച്ചുകൊണ്ടുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബാരിക്കേഡുകളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്. മാർച്ച് 8 വൈകുന്നേരം 6 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെയാണ് ഇവിടുത്തെ മഹാശിവരാത്രികളനുബന്ധിച്ചിട്ടുള്ള പരിപാടികളെല്ലാം നടക്കുന്നത്. ശിവരാത്രി സമയത്ത് ഈ പ്ലേസ് ഫുള്ള് നിറച്ചാളായിരിക്കും. ഇവിടെ ഒന്നും അടുക്കാൻ പറ്റാത്ത തിരക്കായിരിക്കും. നമുക്ക് ഇവിടുത്തെ കാള ഇതിനെയൊക്കെ ഫീഡ് ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യമുണ്ട്. നമുക്ക് അവിടെ നിന്ന് പൈസ കൊടുത്ത് പുല്ല് മേടിച്ച് നമുക്ക് പശുക്കളെ തീറ്റിക്കാവുന്നതാണ്. ഹായ്, ഹലോ. ഇഷ ഫൗണ്ടേഷനിൽ വന്നിട്ട് നിങ്ങൾ ഒരിക്കലും ടെമ്പിൾ വിസിറ്റ് ചെയ്യാതെ പോകരുത്. ദർശനത്തിന് നമ്മൾ കയറുമ്പോൾ ആദ്യം കാണുന്ന ചന്ദ്രകുണ്ട്, പിന്നീട് രണ്ടാമത് വരുന്ന ലിംഗഭൈരവി, മൂന്നാമത് വരുന്ന ധ്യാനലിംഗം എന്നീ 3 സ്റ്റേജുകളായിട്ട് നമുക്ക് അമ്പലത്തിലെ പോർഷൻസിനെ നമുക്ക് തരംതിരിക്കാം. ചന്ദ്രകുണ്ട് അല്ലെങ്കിൽ സൂര്യകുണ്ട് ഇതെന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പോണ്ടാണ്. ആർട്ടിഫിഷ്യൽ പോണ്ട് വിത്ത് ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ. പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ അങ്ങ് നിസ്സാരവൽക്കരിച്ച് കളയരുത്. ആദ്യം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇറങ്ങണോ വേണ്ടയോ, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്നൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആദ്യം ഒന്ന് ബാക്ക് ബേർഡ് അടിച്ച് നിന്നെങ്കിലും പിന്നെ ഇൻഫർമേഷൻ കൗണ്ടറിൽ ചെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കി. നമുക്ക് എൻട്രി ഫീ ആയിട്ട് വരുന്നത് വെറും 20 രൂപയാണ്. 20 രൂപ കൊടുത്ത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പോണ്ടിൽ ഇറങ്ങാനുള്ള ടവലും മറ്റും അവർ നമുക്ക് തരുന്നതാണ്. അത് ഉപയോഗിച്ച് ജസ്റ്റ് ഷവറിൻ്റെ അടിയിൽ ചെന്നൊരു ബാത്ത് എടുത്തതിന് ശേഷം നമുക്ക് പോണ്ടിലോട്ട് ഇറങ്ങാം. പോണ്ടിലോട്ട് ഇറങ്ങുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്തതിൻ്റെ അത്ര തണുപ്പാണ്. ഓഫ് കോഴ്സ് ഈ ഒരു പ്ലേസിന് ഒരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ആ പോണ്ടിലോട്ട് ഇറങ്ങി, പോണ്ടെന്ന് പറയുന്നത് അതിലെ വെള്ളം എന്ന് പറയുന്നത് പക്ക ക്രിസ്റ്റൽ ക്ലിയർ. അവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു പീക്ക് ലെവലിലാണ്. അടിത്തട്ടൊക്കെ നമുക്ക് ഭയങ്കര വിസിബിളായിട്ട് കാണാൻ കഴിയുന്നതാണ്. അതിൽ ഒരു കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല. അത് ആ ഒരു പോണ്ട് അവർ ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോകുന്ന രീതി പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. നമുക്ക് നാമജപത്തിന് മാത്രമല്ലാതെ ഈവൻ നാമജപമാണെങ്കിൽ പോലും ആൾക്കാരിങ്ങനെ ചെറുതായിട്ട് ലിപ്പ് അനക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭയങ്കര സൈലൻ്റ് ആണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വേറൊരു ഫീലാണ്. സോ സൂര്യകുണ്ട് അല്ലെങ്കിൽ ചന്ദ്രകുണ്ട് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. സൂര്യകുണ്ട് അല്ലെങ്കിൽ ചന്ദ്രകുണ്ട് ഇത് ലേഡീസിന് ജെൻസിന് സെപ്പറേറ്റ് ആണ്. നമ്മൾ ആദ്യം കയറി ചെല്ലുമ്പം കാണുന്നത് ചന്ദ്രകുണ്ടാണ്, അത് ജെൻസിനുള്ളതാണ്. പിന്നീട് വരുന്നതാണ് സൂര്യകുണ്ട്, അത് ലേഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. ലേഡീസിനും ഇതേപോലെ എൻട്രൻസ് ഫീ ആയിട്ട് 20 റുപ്പീസാണ്. ക്ലോത്ത്സും കാര്യങ്ങളെല്ലാം അവർ തരും. ഒരു ബാത്ത് എടുത്തതിന് ശേഷം നമുക്ക് പോണ്ടിലിറങ്ങാം. പോണ്ടിൽ ഒരു 3 ശിവലിംഗമുണ്ട്. നമ്മൾ അതിനെ 3 പ്രദക്ഷിണം വെച്ചിട്ട് നമുക്ക് തൊഴുത് വളരെ സാവധാനത്തിൽ നമുക്ക് തിരിച്ചു കയറി പോരാം. പോണ്ടിൽ സ്വിമ്മിങ്, ഡൈവിങ് ഇങ്ങനത്തെ പരിപാടികളൊന്നും അവർ അനുവദിക്കുന്നതല്ല. നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്യുക. വേറെ ലെവലാണ്. അങ്ങനെ സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും ഒക്കെ കഴിഞ്ഞ് പിന്നെ വരുന്നത് ലിംഗഭൈരവി ടെമ്പിളാണ്. ഇതൊരു ബേസിക്കലി ദേവിയാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു പ്ലേസിൽ വരുന്നതിന് മുന്നേ ഈ ഒരു ആദിയോഗി
ഈ സ്കൾപ്ചർ എൻ്റെ മനസ്സിലുണ്ടെന്നല്ലാതെ ബാക്കിയുള്ളതിനെ പറ്റി എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും. ഇങ്ങനെ ഈ ഒരു വലിയൊരു പാത്തിൽ കൂടെ നടന്ന് നമ്മുടെ ആദിയോഗി സ്കൾപ്ചറിലോട്ട് ഇങ്ങനെ അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഫീൽ എന്നൊക്കെ പറയുന്നത് ബെഡ ഫീലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷനിലെ ആദിയോഗി സ്കൾപ്ചറിന് തൊട്ട് മുന്നിലാണ്. നിങ്ങളെല്ലാവരെയും ഈ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കമോ. നേരം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദേ കാണുന്നതെല്ലാം കവുങ്ങും തോട്ടമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് കുറേ വാഴകൃഷികളാണ്. ടെമ്പിളിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ധ്യാനലിംഗ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ടെമ്പിളാണ്. അവിടെ കയറാനായിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സെഷൻ ബൈ സെഷനായിട്ടാണ് ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് അവരകത്തേക്ക് വിടുന്നത്. സോ ആ ഒരു ഗ്യാങ് പുറത്തിറങ്ങുന്ന ആ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതിൻ്റെ അകത്ത് വൺസ് നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്ന കാര്യമാണ്, ഇറ്റ്സ് പ്യുവർ ബ്ലിസ്സാണ്. അതേപോലെ തന്നെ ധ്യാനലിംഗ ടെമ്പിളിന് തൊട്ട് മുന്നിലായിട്ട് ഒരു വലിയൊരു നന്ദി പ്രതിമ കാണാൻ കഴിയും. അതും വളരെ സൂപ്പറായിട്ടാണ് അവർ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ നടന്ന് നമ്മൾ ആദിയോഗിയുടെ മുന്നിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊരു നോർമൽ വർക്കിംഗ് ഡേ ആണ്. എന്നിട്ട് പോലും ഇവിടുത്തെ തിരക്കെന്ന് പറയുന്നത് എൻ്റെ ഈ പിന്നിൽ ഈ കാണുന്ന അത്രത്തോളം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഒരു ഹോളിഡേയിലൊക്കെ ഇവിടെ വന്നാൽ ഇവിടുത്തെ തിരക്ക് എത്രത്തോളം ആയിരിക്കുമെന്ന്. കേരളത്തിൽ നിന്നുള്ളവർക്ക്, എസ്പെഷ്യലി എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് എന്നീ ജില്ലയിലുള്ളവർക്ക് ജസ്റ്റ് ഒരു 1 ഡേ മതിയാകും ഈ ഒരു പ്ലേസ് വന്ന് വിസിറ്റ് ചെയ്ത് മടങ്ങുവാനായിട്ട്. നമ്മൾ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ ഈ ഒരു ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരു 1.5 ദിവസം വേണ്ടി വരും. നമ്മൾ കോയമ്പത്തൂർ റീച്ച് ആവുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അവിടുന്ന് പിന്നെ ഒരു 19 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റാവുന്നതാണ്. യാത്രയിൽ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് 7 മണിക്കൊരു ലൈറ്റ് ഷോ ഉണ്ട്, അത് കാണുവാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് എൻ്റെ ഈ ഒരു ഫുൾ ഡേ ഞാൻ സ്പെൻഡ് ചെയ്ത് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളും ഒരിക്കലും മിസ് ഔട്ട് ചെയ്യരുതാത്ത ഒരു കാര്യമാണ്. ഇവിടെ വന്നാൽ തീർച്ചയായും 7 മണിക്കുള്ള ലേസർ ലൈറ്റ് ഷോയും കണ്ടിട്ടേ പോകാവുള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെ നമ്മുടെ ആദിയോഗി ഭഗവാനെ ബാക്ക്ഗ്രൗണ്ടിൽ വച്ചേക്കുമായിരുന്നു. ഞാൻ അടുത്തേക്ക് നടന്ന് നീങ്ങാൻ പോവുകയാണ്. അടുത്ത് നിന്ന് ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ആദിയോഗി സ്കൾപ്ചറിന് തൊട്ട് ഫ്രണ്ടിലായിട്ട് യോഗേശ്വർ ലിംഗ എന്ന് പറയുന്ന ഒരു പ്രതിഷ്ഠ ഇവിടെയുണ്ട്. ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് കൂടുതൽ പോകാൻ പറ്റത്തില്ല, കാരണം തൃശ്ശൂലം വച്ചിട്ടുള്ളൊരു വേലി ഇതിന് ചുറ്റും ഇവർ കവർ ചെയ്തിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു വേലി ഇല്ലെങ്കിൽ ഈ ഒരു പ്രതിമയുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. എല്ലാവരും അതും ഇതൊക്കെ എഴുതി ഇതിൻ്റെ മണ്ടലൊക്കെ വലിഞ്ഞോടിച്ച് കയറി കാണിക്കാൻ പറ്റുന്ന മാക്സിമം കോപ്രായങ്ങൾ നമ്മൾ തന്നെ കാണിച്ചു കൂട്ടും. ഈ വലിയ രുദ്രാക്ഷമാല കണ്ടോ? ഈ 112 അടിയുള്ള ഈ ശിവപ്രതിമയുടെ കഴുത്തിൽ കിടക്കുന്നത് ഇത്രയും വലിയ എന്തുമാത്രം രുദ്രാക്ഷമായിരിക്കും ഈ ഒരു മാല കെട്ടാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇതാണെങ്കിൽ വടം പോലെ കിടക്കുക ഈ രുദ്രാക്ഷമാല. ഓ മൈ ഗോഡ്, ഇത് ഈ രുദ്രാക്ഷത്തിൻ്റെ ഒരു സിംഗിൾ പീസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റാണ്. അപ്പോൾ ഈ മാലയ്ക്ക് തന്നെ എത്ര രൂപ ചിലവായി കാണുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അകത്തോട്ടൊക്കെ ഈ രുദ്രാക്ഷത്തിൻ്റെ ഓരോ മുത്തുകളിങ്ങനെ അകത്തോട്ട് കിടപ്പുണ്ട്. വട്ടം പോലെ കിടക്കുക, നല്ല കനത്തിൽ കിടക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഭയങ്കര കനമുണ്ട്. നമ്മുടെ 2 കൈ കൂട്ടിപ്പിടിച്ചാൽ പോലും ഈ ഒരു മാല ചുറ്റി പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയായി കാണും. അവിടെ എന്തൊക്കെയോ പരിപാടികൾ പുരോഗമിക്കുന്നുണ്ട്. അവയർനെസ് പ്രോഗ്രാം ആണെന്ന് തോന്നുന്നു. ഇവരെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സേവ് സോയിൽ എന്ന ടാഗ് ലൈനാണ്. നമുക്കിവിടെ ത്രൂ ഔട്ട് കാണാൻ പറ്റും. അതിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള എന്തോ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 സ്പീക്കറൊക്കെ കൊണ്ടുവച്ച് പരിപാടികൾ അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. Soil body.
ഈ സ്കൾപ്ചർ കല്ലിലല്ല മൊത്തത്തിൽ ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കല്ലാണെന്നൊക്കെ നമുക്ക് ദൂരെ നിന്നൊക്കെ തോന്നും. പക്ഷേ അടുത്ത് വന്ന് നമുക്ക് നോക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാവും ഇത് കല്ലിലല്ല, സംഭവം മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് തൊട്ട് നോക്കാനോ തട്ടി നോക്കാനോ ഒന്നും പറ്റില്ല. എൻ്റെ കൈ തീരെ എത്തില്ല. ഒരു പോർഷൻ ഇങ്ങനെ തള്ളിയിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ തൊട്ട് നോക്കാമായിരുന്നു, പക്ഷേ അങ്ങനെ തൊട്ട് നോക്കാതിരിക്കാനായിട്ടാണ് അവർ വേലി കുറച്ച് പുറത്തോട്ട് ബെൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. റിസ്ക്കാണ്, ചിലപ്പോൾ നെഞ്ചത്ത് കയറിയിരിക്കും ശൂലം. സമയം 5:30 ആകുന്നേ ഉള്ളൂ. ഒരുപാട് പേര് തിരിച്ചു പോകുന്നുണ്ട്. മേ ബി ടെമ്പിൾ ദർശനത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ പോകുന്നത്, അല്ലെങ്കിൽ തിരിച്ചു പോകുന്നതായിരിക്കും. പക്ഷേ നിങ്ങളൊരിക്കലും ഇവിടെ വന്നാൽ ഇങ്ങനെ ധൃതി പിടിച്ച് തിരിച്ചു പോകാനായിട്ട് നിൽക്കരുത്. ഇവിടുത്തെ ലേസർ ഷോയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങൾ എന്തായാലും പോകാവൂ. ആ ഭാഗത്ത് കുറേ കവുങ്ങും തോട്ടം വാഴത്തോട്ടമൊക്കെ കണ്ടില്ലേ. ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം നെൽപ്പാടങ്ങളാണുള്ളത്. അവിടെ കൊയ്ത്തൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കൊയ്ത്ത് നടക്കുന്ന കാഴ്ചയാണ്. ആ ഹിൽസൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെ ക്ലിയറായിട്ട് വിസിബിളാണ്. നേരത്തെ കുറച്ചും കൂടെയൊക്കെ മൂടൽ മഞ്ഞുണ്ടായിരുന്നു. ഇപ്പം കുറേയൊക്കെ ഇവിടെയൊക്കെ അത് മാറി ക്ലിയർ വിസിബിളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വെയിറ്റ് ചെയ്യുന്നത് 7 മണിക്കുള്ള ലേസർ ലൈറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ടാണ്. Years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adiyogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. Transmitted the profound science of yoga in its full depth and dimension. He
he expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. In this magnificent state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed. Devi Parvati, seeing Adiyogi reveling in ecstatic states, said, "I want to have what you have. Show me the way." Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. The splendor of this magnificent union, Ghanas, his constant companions, asked, "What about us?" Adiyogi said, "Just drink of me," which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority.